ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്താവയില് ബാബുൽ വലീമ സദ്യയുടെ അധ്യായത്തിൽ പറയുന്ന ഒരു ചർച്ച ഇആനത്തു ത്വാലിബീനിൽ ഫത്തുൽ മുഈന്റെ ആശയില് പറയുന്നുണ്ട്. അപ്പൊ സദ്യകളെ കൂട്ടത്തുനിന്ന് നബിദിന സദ്യ സുന്നത്തായ ഒരു സദ്യയാണ്. അതിൽ പറയാണ്, സുയൂത്തി ഇമാമിനോട് ചോദിച്ചു, അമലിൽ മൗലിദിൻ നബവി, അമലുൽ മൗലിദ് എന്താ, അതിനെ പറ്റി. അമലുൽ മൗലിദ് എന്നാണ് മൗലിദ് പരിപാടിക്ക് പറയുന്ന പേര്. നമ്മൾ നബി ദിനം എന്ന് പറയും, നബി ദിന ആഘോഷം എന്ന് പറയും ചിലോല്. എന്തായിരിക്കട്ടെ, സാധനം എന്നാണ് അതിന്റെ പേരെന്താണ്, അമലുൽ മൗലിദ്, മൗലിദ് പരിപാടി, നബവി മൗലിദ് പരിപാടി. ഈ ശഹരി റബീഉൽ അവ്വൽ മാസത്തിൽ മാ ഹുക്കുമുഹു മിൻ ഹൈസു ശറഉ, അതിന്റെ വിധി എന്താണ് ശറഇന്റെ ഭാഗത്തിലൂടെ. വൽ ഹുവ മഹ്മൂദനോ മദ്മൂമനോ, നല്ലതാണോ മോശമാണോ. വൽ യുസാബു ഫായിലു ഔല, ചെയ്യുന്നവർക്ക് കൂലി കിട്ടോ ഇല്ലേ. ആ സദ്യ ഉണ്ടാക്കിയാലേ, മൗലൂദ് നടത്തി സദ്യ ഉണ്ടാക്കി റബീഉൽ അവ്വലില് ബുർദക്ക് പാടിക്കാണ്ടു. അൽ ജവാബു, എന്റെ മറുപടി, ഇന്തി എന്റെ അടുക്കൽ, എന്നെ അസ്ൽ അമലിൽ മൗലിദില്ലതി, മൗലിദ് പരിപാടിന്റെ അടിത്തറ, അതിന്റെ തുടക്കം, അസ്ലിനെ കൊണ്ട് അവിടെ ഉദ്ദേശം തുടക്കം എന്നാ. മൗലിദ് പരിപാടിന്റെ തുടക്കം അതെന്താണ്, എന്താ മൗലിദ് പരിപാടി? അല്ലദീ വജ്തിമാഉൻ നാസി, ജനങ്ങളെ ഒരുമിച്ചുകൂടുക. ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി, കഴിയുന്നത്ര ഖുർആൻ കുറച്ച് ഓതും, ഫാത്തിഹയും സൂറത്ത് യാസീനൊക്കെ ഓതുമല്ല. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ കാര്യത്തിന്റെ തുടക്കത്തിൽ ആ ജനനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ഹദീസുകളൊക്കെ വായിക്കും. നബിതങ്ങളെ ജനനത്തിലുണ്ടായ ഹദീസുകളൊക്കെ വായിക്കും. വമാ വഖാ ഫീ മൗലിദിഹി, നബിതങ്ങളുടെ ജനന സമയത്തുണ്ടായ കാര്യങ്ങൾ, മിനൽ ആയാത്ത്, അത്ഭുതങ്ങളൊക്കെ വായിക്കും. സുമ്മ യുമദ്ദു ലഹു, അങ്ങനെ മൗലൂദ് ഓതും, കുറച്ച് ഖുർആൻ ഓതും, മൗലൂദ് ഓതും. എന്നിട്ട് സുമ്മ യുമദ്ദു ലഹും സിമാത്ത്, പിന്നെ ഒരു തളിക അവർക്ക് അവിടെ വെക്കും. യഅ്കുലൂനഹു, അടിപൊളി ഭക്ഷണമായിരിക്കും, നല്ല തിന്നും. വയൻസരിഫൂന, എന്നിട്ട് അവർ പോകും ചെയ്യും. ിക്ക വേറെ ആണ് അനാവശ്യകമായ ചണ്ടമുട്ടോ അല്ലെങ്കിൽ ഇത് ആണ് എന്താണ് വീണമാധ്യമങ്ങളോ വേണ്ട. എന്ത് വേണ്ട? അനാവശ്യമായ മദ്ദളങ്ങളോ വീണകളോ പുയലൂത്തുകളോ അങ്ങനത്തെ തിന്മകളൊന്നും ഇല്ല. ഒരു മട്ടത്തിനുള്ള ഒരു മൗലിദ് മനസ്സിലായാൽ വേണ്ടാത്തവരാരും ചെയ്യണം, നിങ്ങൾക്ക് ഒഴിവാക്കണം. അതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു മൗലിദ്. എന്താണ് മൗലിദിന്റെ പരിപാടി? ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, കുറച്ച് ഖുർആൻ ഓതുന്നു, നബിതങ്ങളുടെ മൗലിദുമായി ബന്ധപ്പെട്ട് അത്ഭുതങ്ങളൊക്കെ പാരായണം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഈ പ്രത്യേക ഒരു രീതി ഉണ്ടല്ല, അത് മിനൽ ബിദഅൽ ഹസനത്തി, അത് പിന്നീടുണ്ടായ നല്ല ബിദഅത്തിൽപ്പെട്ടതാണ്, ഹസനത്തായ ബിദഅത്തിൽപ്പെട്ടതാ, പുണ്യമായ ബിദഅത്തിൽപ്പെട്ടതാ ഈ രീതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നബിതങ്ങളുടെ സഹാബത്ത് എന്താക്കലുണ്ട്, നബിതങ്ങളുടെ മദ്ഹ് പറഞ്ഞു കാണ്ട് ഇങ്ങനെ കൂട്ടം കൂടിക്കാണ്ട് ഇരുന്ന് കാണ്ട് മദ്ഹ് പറഞ്ഞ വേറെ ഹദീസുകളൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി ഒരിക്കൽ കടന്നു വന്നപ്പോൾ ഓരോ സഹാബികളും ഓരോ നബിമാരെ മദ്ഹ് ഇങ്ങനെ പറയാം. ഇബ്രാഹിം നബിനെ അല്ലാഹ് ഖലീലാക്കി, മൂസാ നബി അല്ലാഹ് കലീമാക്കി, ഈസാ നബിനെ അല്ലാഹു കലിമത്താക്കി. അപ്പോഴാണ് നബിതങ്ങൾ കണ്ട് കടന്നു വന്നപ്പോ നബിതങ്ങൾ അറിഞ്ഞ് ഞാനാണ്. നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യണത്? ഞങ്ങൾ അവരുടെ മദ്ഹൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ആരാണെന്ന് പറഞ്ഞാണ് നബിതങ്ങളെ മദ്ഹ് പറഞ്ഞു. ഞാന് സയ്യിദ ഉൽദി ആദം, ആദം മക്കളുടെ നേതാവാണ്. ഞാനാണ് ആദ്യമായി സ്വർഗത്തിന്റെ വട്ടക്കണ്ണി തുറക്കുക, വാതില് തുറക്കുക. ഞാനാണ്, എന്റെ ഷഫാഅത്താണ് ആദ്യമായി അല്ലാഹു സ്വീകരിക്കുക എന്നൊക്കെ പറയാണ്ട് അവിടുത്തെ മദ്ഹ് തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവര് മൗലിദ് എന്നുള്ള നിലക്ക് മദ്ഹ് പറയുന്ന സദസ്സ് ഒക്കെ എന്താക്കലുണ്ട്, സൗകര്യം പോലെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ നടത്തലൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ രീതി? ആദ്യം കുറച്ച് ഖുർആൻ ഒന്നിനെ പാത്തി വെച്ചുകാണ്ട് പിന്നെ കുറച്ച് ആ പ്രത്യേക രീതിയിലുള്ള മൗലിദ് ഓതണ്, പിന്നെ ഭക്ഷണം കൊടുക്കണ, അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ചെല്ലുന്ന, അതാണ് മിനൽ ബിദഅത്തിൽ ഹസന എന്ന് പറഞ്ഞത്. ഏതുപോലെ ഇന്ന് മദ്രസ, വഹാബികൾ നടത്തുന്ന മദ്രസയാലും നമ്മൾ നടത്തുന്ന മദ്രസയാലും ഇൽമ പഠിപ്പിക്കലുണ്ടേനി, അവർക്ക് അതൊന്നുണ്ട് അന്നുണ്ട്. നമ്മൾ മദ്രസ നടത്തുന്നില്ല എന്ന് വെച്ചാൽ ഓരോ ഇൽമ പഠിപ്പിക്കൽ നബിതങ്ങളെ കാലത്തില്ല. ഇൽമ പഠിപ്പിക്കലുണ്ട്.
നബിതങ്ങളെ മധുഹറിലും അന്നത്തെ കാലത്തുണ്ട്. നബിതങ്ങളെ മധുഹറിലും അന്നത്തെ കാലത്തുണ്ട്. നമ്മള് പിന്നെ എന്തും വെക്കും. ഇനിയിപ്പോ കുട്ടികളൊക്കെ എന്താക്കും? അന്നത്തെ കാലത്തുള്ള മൗലിദിന്റെ രീതിയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഒന്നും കൂടി കൂടിയപ്പോ എന്താക്കി, മൈക്ക സെറ്റൊക്കെ കൊണ്ടുവന്ന് നോക്കും. പിന്നെ എന്താക്കും, കുട്ടികൾ കുറച്ച് പാട്ട് ഇടും. പിന്നെ എന്താക്കും, കുറച്ച് കുട്ടികളെ കുറച്ച് പ്രസംഗിക്കും. അതും കൂടി നിർത്തും. മനസ്സിലായ? ചിലപ്പോ ഇങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് നബി മൗലിദിന്റെ ദിവസമാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്താക്കും, സ്വലാത്തുള്ള എന്നറിയിക്കാണ്ട് എന്താക്കോ അന്നിങ്ങനെ റോട്ടുമ്മ കൂടൊക്കെ സൈഡ് കൂടൊക്കെ നടക്കും. അത് സ്വലാത്തിൽ ഇറക്കാണ്. വേറെ അനാവശ്യങ്ങളൊന്നും കൂട്ടണ്ട. അതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായ? ആ ഓവറാക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. ആവശ്യത്തിന് മതി. എന്നാലും കാലഘട്ടത്തിനനുസരിച്ച് ഭംഗിയാക്കുന്നതിന് കുഴപ്പമില്ല. ആവശ്യത്തിനാവണം, അനാവശ്യങ്ങൾ വരരുത്. ഏതായിരിക്കട്ടെ, അങ്ങനെ പുതിയ രീതിയിൽ അന്ന് തുടങ്ങിയതിനെ പറ്റി, അന്നുണ്ടായ അതിനെപ്പറ്റി ചോദിച്ചപ്പോ മിനൽ ബിദഇൽ ഹസനത്തി, അത് പുതിയ രീതിയാണെങ്കിലും അത് പുണ്യകർമ്മമാണ്, ഹസനത്താണ് എന്നാണ് അവരുടെ മറുപടി. ആരുടെ മറുപടി? സുയൂത്തി ഇമാമിന്റെ മറുപടി. അല്ലത്തി യുസാബു അലൈഹ സാഹിബുഹ, അതിനെ അത് ചെയ്തവൻക്ക് നല്ല പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമായ പുതിയ രീതിയാണത്. ഇതിനർത്ഥം നബിതങ്ങളുടെ കാലത്ത് നബിതങ്ങളെ മതം പറയുന്ന സദസ്സുണ്ടായിട്ടില്ല എന്നർത്ഥമില്ല. ആ പുതിയ മദ്രസനെ പറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം, ആ പുതിയൊരു രീതിയാണെന്ന് പറയാം. എങ്ങനെ? രാവിലെ നബിതങ്ങളെ സഹാബി കുട്ടികള് രാവിലെ 6:30 എന്താക്കും, സ്ലേറ്റും പിടിച്ച് കാണ്ട് ബുക്കും നോട്ടുവെക്കും, കുറച്ച് ബുക്കും പിടിച്ച് കാണ്ട് പറഞ്ഞിട്ട് കാണ്ട് ഇങ്ങനെ മദ്രസയില് ഇങ്ങോട്ടെ കിണി 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 എന്നറിയാണ്ട് ബെല്ലടിച്ചു. അപ്പൊ ഒരാള് മദ്രസ തുടങ്ങിയെന്ന് അറിയിക്കാൻ പറ്റുകൊണ്ടാണ് തുടങ്ങും. അങ്ങനെ ഒരു പീരീഡ്, 2 പീരീഡ്, അങ്ങനെ ഒരു 8:10 വരെ 9 വരെ. അങ്ങോട്ട് ഒരു ഉസ്താദ്, 2 ഉസ്താദ്, അപ്പുറത്തെ ഒരു ക്ലാസ് റൂം, ഇപ്പുറത്തെ ഒരു ക്ലാസ് റൂം, അങ്ങനെയൊക്കെ അങ്ങോട്ട് ഹാജർ പട്ടിക അങ്ങനെയൊക്കെ പണ്ടുണ്ട്. ഞാൻ ഇതേ രീതിയിൽ ഒരു പുസ്തകം ഇങ്ങനെ ക്രമത്തില് അടക്കി ആണ് 1-ാം പാഠം 2-ാം പാഠം വെച്ചിക്കാണ്ട് എന്നിട്ട് തദ്രീബാത്ത് ചോദ്യോത്തരം, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സിലബസ് വെച്ചിക്കാണ്ട് പ്രത്യേക രീതിയിലുള്ള മദ്രസ അന്നിട്ടില്ല. ഇല്ല. അപ്പൊ അത് ഇവര് നടത്തുണ്ടല്ലോ കോളേജുകളെ, ശരിയത്ത് കോളേജും മറ്റും ഒക്കെ ഉണ്ടല്ലോ, മറ്റു സുല്ലമി സലഫി എന്നൊക്കെ ബിരുദം കൊടുക്കണ്ടല്ല. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ 5-6 കൊല്ലം, എത്ര കൊല്ലാന്നാവോ, 3 കൊല്ലം ഉണ്ടല്ലോ എന്ന് അറിയില്ല, ഓതിക്കേട്ട് ഉള്ള കോളേജ് അന്നുണ്ടേനാ, എന്നിട്ട് ബിരുദം കൊടുത്തീനാ. ഇതേ രീതിയില് സിലബസ് ഒക്കെ ഉണ്ടേനാ. ബുക്കുകളെ ക്രമത്തിലായിരുന്നു ഇവരുടെ ഈ ക്രമത്തില്. അതിന് പീരീഡുകൾ ഉണ്ടാവുമല്ലോ ഓൽക്കും, രാവിലെ എത്ര സമയം എത്ര വരെന്ന്, അതൊക്കെ ഉണ്ടേനാ. അപ്പൊ അതും തന്നെയാണ് വിദഗ്ധ തന്നെയാണ്. നല്ല കാര്യത്തിൽ നല്ല നിലക്ക് നടത്തുകയാണെങ്കിൽ വിദേഹത്തുകാരെ പ്രചാരണ അല്ലട്ടോ വിദേഹത്താസന. ഇന്നാലും ഓല സമ്മതിക്കേണ്ടി വരില്ല. ഇൽമ അടിക്കുന്നിടത്ത് വിദേഹത്താസന പ്രശ്നമില്ല. മൗലിദോതുമ്പോ മാത്രം പ്രശ്നം എന്താണ്? ദിക്റിലുള്ളിടത്ത് മാത്രം പ്രശ്നം, പ്രത്യേക രീതിയത്തെ ആയാല്. ഇൽമ പഠിക്കാന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഇതുപെട്ട് അപ്പൊ അതിന് പ്രത്യേക രീതി വെച്ചിട്ട് ആണ് തെറ്റാവൂല. മൗലിദിനും തെറ്റാവില്ല, ഇൽമ പഠിപ്പിക്കുന്നിടത്തും തെറ്റാവില്ല, കോളേജ് അടുത്തൊന്നും തെറ്റാവില്ല, ദിക്റിലും തെറ്റാവില്ല നമ്മൾ പറഞ്ഞത്. അല്ല, ഓൽക്ക് ഒന്ന് പറ്റും ഇത് പറ്റൂല, ഒന്ന് പറ്റും ഇത് പറ്റും. അതായത് ഓല തെറ്റായ ആശയം പ്രചരിപ്പിക്കണ പരിപാടികളൊക്കെ പ്രത്യേക മോഡലിൽ നടത്തുന്നതിന് ഓൽക്ക് കുഴപ്പമില്ല. മനസ്സിലായ? അപ്പൊ ഓലക്ക് പൈസ ഇട്ടുന്നിടത്ത് കുഴപ്പമില്ല. അതിന് ഓൽക്ക് ശമ്പളം കിട്ടുമല്ല. ഈ കോളേജിൽ പോയ മൗലർക്ക് അല്ല മൗലവിക്ക് പൈസ കിട്ടുമല്ല, മദ്രസ പഠിപ്പിക്കേണ്ട ടീച്ചർക്കും മൗലവിച്ചിക്കും എന്ത് കിട്ടും? പൈസ കിട്ടും. അപ്പൊ ഓലക്ക് പൈസ കിട്ടുന്നിടത്ത് ഓൽക്കൊക്കെ ഈസിക്കുള്ള കാലാല് അല്ലാത്തതൊക്കെ ആറാമോ? അങ്ങനെയാണോ പരിപാടി? നമ്മള് മൗലിദ് ഓതുമ്പോ നമുക്ക് മൗലിമാർക്ക് ആരെങ്കിലും അധികതയുണ്ട്, അത് കളിയാക്കലുണ്ട്. ഓലിപ്പ അതിന് തന്നെയല്ലേ പോലി വിധത്ത് തുടങ്ങിയത്. ഓല മദ്രസ ഉണ്ടാക്കണ എന്തിനാ? ഓല ഈ വിധത്തെ പ്രചരിപ്പിച്ച് കണ്ട് ആളെ കൂട്ടിയിട്ട് ആ ആൾക്കാരേക്ക് ഒന്ന് പൈസ ചെയ്യാന്. ഓർക്ക് എന്താക്കണം? ഓല് എന്താക്കണം? പൈസ ഉണ്ടാക്കണം. അതന്നെയല്ലേ ഇപ്പൊ അത്. എന്നിട്ട് വലിയ സംഖ്യക്ക് എന്റെ അക്കൗണ്ടിലേക്ക് വിട്ടോളി, ചെറിയ സംഖ്യക്ക് ഇവിടെ ഈ ആണ് എന്തായാലും ഈ ബക്കറ്റ് കിട്ടോളിന്ന് നമ്മളെ ബാലുശ്ശേരിന്റെ പ്രസംഗത്തിലുണ്ട്. വലിയ സംഖ്യക്ക് എന്റെ അക്കൗണ്ട് കിട്ടാളി, ചെറിയ സംഖ്യക്ക് ഈ ബക്കറ്റ് വിട്ടോളി. അങ്ങനെയാണ് ഇപ്പൊ പരിപാടി. പൈസ വാങ്ങണ പോലും നമ്മള് പൈസ വാങ്ങുമ്പോ മാത്രം പ്രശ്നം. പോലും പൈസ ഇഷ്ടംപോലെ വാങ്ങണ്ടേ.
പറഞ്ഞിപ്പോ സക്കാത്ത് വരെ കള്ളത്തരം കാട്ടിക്കാണ്ട് വാങ്ങിക്കാണ്ട് പുട്ടടിച്ചാണ്. സക്കാത്ത് വരെ കള്ളത്തരം കാട്ടി വാങ്ങിക്കാണ്ട് പുട്ടടിച്ചാണ്. ഒരു സക്കാത്ത വാങ്ങണത് നമ്മള് ആണ് സക്കാത്ത് ആൾക്കാർക്കൊന്ന് സ്ഥാപനത്തിന് നമ്മള് പിരിവടത്തിയാല് അപ്പൊ അതിന്റെ മുറിയൻ ക്ലിപ്പിട്ടുകാണ്ട് പിരിവ് 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 ആ മൂലർക്ക് പിരിവ് നമ്മളെ തങ്ങളെ ക്ലിപ്പ് വരെ ഇറക്കിക്കണ്. മൂലർക്ക് പിരിവാടല്ല, മൂലർക്ക് പിരിവല്ലാതെ അത് അവിടെ നടക്കണ പള്ളിക്കും അവിടെ നടക്കണ സ്ഥാപനത്തിനും വെച്ചതാണ്. അല്ല മൂലരെ കീസിലിടാൻ വേണ്ടി പിരിച്ചതല്ലല്ല. മൂലര് എന്താക്കി ഒരു ചാക്കരിക്ക് വിച്ച അപ്പൊ മൂലർക്ക് പിരിവായി, മൂലരെ കീസിക്ക് തട്ടിപ്പ് ഇങ്ങോട്ട് ക്ലിപ്പ് ഉണ്ടാക്കാം. ഇവരാണെങ്കിൽ ഇന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ വലിയ സംഖ്യ എന്ന് പറയാണ്ട് ഭയങ്കര പിരിവ്, വലിയ വലിയ അയ്മളക്കാട്ടി വലിയ ടോപ്പ് രണ്ടറ്റുള്ള ബക്കറ്റൊക്കെയാണ് വില സർവീസ് ചെലവ്. എന്നിട്ട് എത്ര മുഖ്യ കഥ വേറുണ്ട്. ഏതായിരിക്കട്ടെ യുസ്താബു അലൈഹ സ്വായിബുഹാ, അതിന്റെ നടത്തുന്നവൻക്ക് അതിന് പ്രതിഫലം നൽകപ്പെടും. ഇമാ ഒന്നിനു വേണ്ടി ഫീ അതിലുണ്ട് മിൻ തഅലീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഖദറിനെ ബഹുമാനിക്കലുണ്ട്. ഇത് പരിപാടി നല്ല പരിപാടി ആകാൻ കാരണം എന്താണ്? അത് ഈ പുതിയ രീതിയിലുള്ള നല്ല പരിപാടി കൂലി കിട്ടണമാകാൻ കാരണം എന്താണ്? അതിൽ നബി തങ്ങളെ ബഹുമാനിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അതെന്തിനാ മുടക്കണ വില? ഇവർക്ക് നബിയോട് ദേശം തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. നബി പരിപാടി ആകുമ്പോൾ അവർക്ക് തെറ്റും, അല്ലെ ഈസി കിട്ടുന്ന പരിപാടി അവർക്ക് തെറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കൊണ്ട് സന്തോഷം രേഖപ്പെടുത്തലും സന്തോഷിക്കലും ആഹ്ലാദിക്കലും അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കലും അതിലുണ്ട്. അവിടുന്ന് ജനിച്ചതിന്റെ പേരില് കരഞ്ഞ ആള് ഇബിലീസ് ആദ്യമായിട്ട്. ആ ഇബിലീസിന് തിയറിയാണ് ഇവൽക്കുള്ളത്. ജനിച്ചതിന്റെ പേരിൽ ദുഃഖമല്ല വേണ്ടിയത് എന്നുള്ള ആൾക്കാ ഓല് പല കാട്ടിക്കൂട്ടല്. വഫാത്തായ ദിവസമല്ല അപ്പൊ ദുഃഖിക്കണ്ടേന്ന്. ദുഃഖം പാടില്ല എന്ന് റസൂൽ പറഞ്ഞതല്ല മച്ചിന്റെ പേരിൽ കൊല്ലത്തില്. സന്തോഷിക്കണമെന്ന് പറഞ്ഞതുമാണ്. എന്ത് ജനനത്തിൽ സന്തോഷിക്കണേനെന്താ? അനുഗ്രഹം കിട്ടിയത് സന്തോഷിക്കണേനെന്താ? അതിന് ഭക്ഷണം കൊടുക്കണേനെന്താ? അതിന് ആ മദ്ഹ് പറയുന്നതിനെന്താ? അനുഗ്രഹത്തിന്റെ മഹത്വങ്ങൾ പറയുന്നതിനെന്താ? അള്ളാഹ്ക്ക് ഇഷ്ടല്ലിക്കാര അള്ളാന്റെ റസൂലിനെ മദ്ഹ് പറഞ്ഞിട്ട് എന്തിനാടാ റബീഉൽ അവ്വൽ മദ്ഹ് പറഞ്ഞ പോട നരകത്തിൽ എന്ന് അള്ളാന്റെ റസൂൽ അള്ളാഹ് എന്തായാലും പറയില്ല. എന്താ അള്ളാഹ് പരലോകത്ത് ചോദിച്ചാൽ എന്തിനാടാ ജിന്റെ നബിന്റെ മദ്ഹ് പറഞ്ഞ റബീഉൽ അവ്വൽ എന്നോട് ആരോടെ പറഞ്ഞു വെച്ച് കാണിച്ച് പോണ നരകത്തിലെന്ന് എങ്ങനെ അള്ളാഹ് പറയില്ല എന്നർപ്പാണ്. ഞാന് നബിതങ്ങൾ മധുഹല്ല പറഞ്ഞത്, എന്തിനാ പിന്നെ നരകത്ത് കിടത്തണേ? ഞാൻ ആ സന്തോഷത്തിൽ നബിതിന്റെ ജനനത്തിലുള്ള സന്തോഷത്തിൽ കുറെ ചോറ് വിളമ്പി കൊടുത്തതല്ലേ എല്ലാവർക്കും. അതിനിപ്പോ എനിക്ക് അതിൽ സന്തോഷത്തിൽ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അന്നത്തെ സ്വർഗത്തിൽ പോയിക്കൊന്നു തന്നെ പറയുള്ളൂ. അല്ലാതെ എന്തിനാടാ ചോറ് വിളമ്പി കൊടുത്തത്? അള്ളാന്റെ റസൂലിന് ജനിച്ചിൽ സന്തോഷമാണ്. തലമണ്ട കൊണ്ടിടാൻ കണ്ട് നാളത്തെ തരുമൊന്നുമില്ല. പിന്നെ ഖബറിൽ വെച്ച് പോലെ അവസാനത്തെ ചോദ്യം എന്താണ്? ഇതാരാന്ന് വെച്ചാലാ പിന്നെ എന്തില്ല, ചോദ്യമില്ല. അവിടെ മദ്ഹ് പറഞ്ഞാലും അവിടെ മൗലൂദ് ഓതിയ പിന്നെ ചോദ്യമില്ല. ഖബറിൽ വെച്ച് കണ്ട് ഇതാരാന്ന് വെച്ചാൽ ഇത് അള്ളാന്റെ റസൂലാണ്, ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവന്ന നബിയാണ്, മുഅ്ജിസത്തുകളെ കൊണ്ടുവന്ന നബിയാണ് എന്നൊക്കെ പറയുകയാണ്. മൗലൂദ് കണ്ട് ഓതിയാല് ഇനി മതി, ഞാൻ എന്നോട് ചോദിച്ചണില്ല അറിയാണ്ട് ഓരോന്നെ കൂട്ടിച്ചു പോകും. ഞാനല്ലോ സുഖത്തിലൊക്കെ ഇരുന്നിട്ടാറി ഖബറിൽ പിന്നെ ചോദ്യമില്ല. അടുത്ത ഇന്ന് ചോദ്യമില്ല. അവസാനത്തെ ചോദ്യം അതാ. അത് ചോദിച്ചാൽ പിന്നെ ഒലിഞ്ഞു ചോദിച്ചില്ല. പിന്നെ അവിടുന്ന് അങ്ങനെ തന്നെ ഇക്കാറ് നമ്മൾ ഇവിടുത്തെ മൗലൂദ് ഓതിയിട്ട് കുറ്റം പറയും. അതാ ഇഞ്ഞ പറയുന്നതൊക്കെ കല അപ്പൊ അതാണ്. അതാ ഇവിടെ വേറൊരു ഇതിപ്പോ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി ഇനി ഇമാം അബൂ ഉസാമ പറഞ്ഞ ഉദ്ധരണി ഇവിടെ ഉണ്ട്.